പൃഥ്വിരാജിന്റെ ഖലീഫ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണോ? പൃഥ്വിരാജിനെ കൂടാതെ സാക്ഷാൽ ലാലേട്ടനും ഈ സിനിമയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മമ്പറക്കൽ അഹമ്മദ് അലി പേരക്കുട്ടിയായിട്ടാണ് പൃഥ്വിരാജ് വരുന്നത്. പുള്ളിയുടെ മമ്പറക്കൽ ആമ്രലി ഇതിനോടകം തന്നെ ട്രെയിലർ വൻ ഹൈ പോസിറ്റീവിൽ തന്നെയാണ് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തത്. നാളെ ഓഗസ്റ്റ് 20 ഓണർ റിലീസായിട്ട് ആദ്യം എത്താൻ പോകുന്നത് ആമ്രലി ആയിരിക്കും. അപ്പോൾ ഈ സിനിമയിൽ വേറെയും ഒരു താരം മൾട്ടി സ്റ്റാർ ചിത്രമാണോ എന്നുള്ള ഒരു സംശയങ്ങൾ വരുന്നുണ്ട്. റൂമേഴ്സ് പ്രകാരം ഈ സിനിമയിൽ ടൊവിനോ തോമസും കൂടെ വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഖലീഫ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരനുണ്ട്, ടൊവിനോ തോമസ് ഉണ്ട്, ആൻഡ് സാക്ഷാൽ മോഹൻലാലും ഉണ്ട് എന്നാണ് ഇപ്പൊ അവസാനമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് എത്രമാത്രം കറക്റ്റ് ആണ്, ഇത് എത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. ബട്ട് നാളെ ഒരു ദിവസത്തെ ഫസ്റ്റ് ഷോയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ ലോക സിനിമയിൽ തന്നെ ടൊവിനോയുടെ ഒരു ക്യാമിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചാത്തനായിട്ട് വരുന്നത്. ആൻഡ് ഈ ഇടയ്ക്ക് ബാലൻ എന്ന സിനിമയിൽ ടൊവിനോയുടെ ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. വേറെ ചാർലി എന്ന സിനിമയിൽ ടൊവിനോയുടെ ക്യാമിയോ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സിനിമയിൽ ടൊവിനോ ക്യാമിയോ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിരടിയല്ലല്ലോ, ബേസിലെ തന്നെ മരണമാസില് ചെറിയൊരു ക്യാമിയോ റോളൊക്കെ ടൊവിനോ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിൽ ടൊവിനോ വരുന്നത് ഒരു ഇന്റർവൽ ടൈമിൽ ഒരു ഫൈറ്റ് സീൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരു ബ്രിഡ്ജ് ഫൈറ്റ് ഈ സിനിമയിലുണ്ട് അത്ര. ആ ബ്രിഡ്ജ് ഫൈറ്റിൽ അവിടെ ഒരു പോസ്റ്ററിൽ വരുന്നത് ടൊവിനോയാണ്. ചിലപ്പോൾ ടൊവിനോ പൃഥ്വിരാജിന്റെ ടീമിലുള്ള ആളായിരിക്കാം, ചിലപ്പോൾ ടൊവിനോ പൃഥ്വിരാജിനെ എതിരെ നിൽക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ടൊവിനോ ഈ രണ്ടിലും ഇല്ലാതെ നടുക്ക് ഏതെങ്കിലും, ഇനിയിപ്പം മമ്പറക്കൽ അഹമ്മദ് അലിയുടെ വേറെ ഏതെങ്കിലും ലീഗിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി അത് കണ്ടി തന്നെ അറിയണം. എന്നിരുന്നാലും ടൊവിനോ തോമസ് സിനിമയിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഗോസിപ്പുകളാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്നത്. അതായത് ഈ വരുന്ന റൂമേഴ്സ് ശരികളാണ്. ഈ പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുന്നോടിയായിട്ട് ടൊവിനോ തോമസ് ഒരു ഫൈറ്റ് സീൻ ആയിക്കോട്ടെ ഉള്ള ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ടൊവിനോ തോമസ് ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഏതെങ്കിലും ഒരു സീനിലായിട്ട് ടൊവിനോ തോമസിന്റെ ആ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്, ഗസ്റ്റ് റോൾ ഉണ്ടാവും. അതിനിപ്പോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ വെറും മുഖം കാണിച്ചു പോകുന്നതാണോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. കാരണം ഇതൊക്കെ നമ്മളൊന്ന് കൂട്ടി ആലോചിക്കട്ടെ. അതായത് ലൂസിഫർ സിനിമ നമുക്ക് എടുക്കാം, പൃഥ്വിരാജ് ലാലേട്ടൻ ടൊവിനോ തോമസ്. അതുപോലെ നമ്മൾ ഖലീഫയിലും പൃഥ്വിരാജ് ലാലേട്ടൻ ടൊവിനോ തോമസ്. അങ്ങനെ കൂട്ടു വായിക്കുമ്പോൾ ഏതാണ്ട് കറക്റ്റ് ആയിട്ട് വരുന്ന പോലെയാണ് തോന്നുന്നത്. ഏതാണ്ട് ആ റൂമേഴ്സ് ഒക്കെ ശരിയായിട്ടുള്ളത് പോലെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ടൊവിനോ തോമസ് സിനിമയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ടൊവിനോ തോമസിന് അത്യാവശ്യം നല്ല റോൾ തന്നെയാണ്, അതും ഫൈറ്റ് സീനൊക്കെ എന്നാണ് പറയുന്നത്. അപ്പൊ നാളെ കേരളത്തിൽ 9 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. ആമ്രലി കത്തിക്കോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എല്ലാവർക്കും അറിയാൻ കഴിയും. തീർച്ചയായിട്ടും കത്തിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം അയാം ഗെയിം ഓഗസ്റ്റ് 20 ക്ലാഷിന് വെച്ച ഒരു സിനിമയായിരുന്നു പൃഥ്വിരാജിന്റെ കൂടെ. ഇപ്പൊ ആ ഒരു ക്ലാഷ് മാറി ഇപ്പൊ സിംഗിൾ ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. തീർച്ചയായിട്ടും നിവിൻ പോളിയുമായിട്ട് ആ ക്ലാഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ടെക്നിക്കലി നമ്മൾ നോക്കിയാൽ അതൊരു ക്ലാഷ് തന്നെയാണ്. ബട്ട് ഒരു ഫാൻ ഫൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതൊരു ക്ലാഷ് ആയിട്ട് വരുന്നില്ല. കാരണം ഇതൊരു ഹൈ ബഡ്ജറ്റ് പടം, വൺ എക്സ്പെക്ടേഷനിൽ വരുന്ന പടം, പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു പടം. ഇത് എക്സ്പെക്ടേഷൻ അങ്ങനെ വരുന്നില്ല. വേർഡ് ഓഫ് മൗത്ത് വഴി അത്രയും നല്ലതാണെന്ന് പറയുവാണെങ്കിൽ നിവിൻ പോളിയുടെ പടത്തിന് അങ്ങനത്തെ ഒരു നല്ലൊരു പോസിറ്റീവ് കിട്ടും. കാരണം ആ ഒരു കംഫർട്ട് സോണിലാണ് സിനിമ ചെയ്യുന്നത് നിവിൻ പോളി. അപ്പൊ തീർച്ചയായിട്ടും ടൊവിനോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ നമുക്കറിയാം. ടൊവിനോ ഉണ്ടെന്ന് തന്നെയാണ് പല റൂമേഴ്സും ഗോസിപ്പുകളും ഉണ്ട്. ടൊവിനോയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് പടം മൊത്തത്തിൽ അങ്ങ് അവിടെ ഓരോ കത്തിക്കലാണ്ട്. തുടക്കം ഇൻട്രോ കത്തിക്കൽ, പിന്നെ ഇന്റർവെൽ കത്തിക്കൽ, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ സാക്ഷാൽ ലാലേട്ടൻ മമ്പറക്കൽ അഹമ്മദ് അലി ആയിട്ട് കത്തിക്കും. നാളെ നോക്കാം. അപ്പൊ ഞാനും പടം കാണാൻ ട്രിവാൻഡ്രം മേരീസ് പ്ലസ് ഓഡിയോണിൽ 9 മണിക്കുള്ള ഷോയ്ക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം എങ്ങനെയായിരിക്കും പടം വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പടം കത്തട്ടെ. നിങ്ങളപ്പം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തല്ലോ, നാളെ എവിടെയാണ് പോകുന്നതെന്ന് കൂടെ പറയാം, കമന്റ് ചെയ്തേക്ക്.